കഴിഞ്ഞ ഒരു കൊല്ലമായി യൂസ് ചെയ്യുന്ന ഒരു നോൺ സ്റ്റിക്ക് ഫ്രൈയിങ് പാനാണ് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിലുള്ള ഒരു ഫ്രൈയിങ് പാൻ എൻ്റെ അമ്മയുടെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്തത് ഇതാണ് ഞാൻ വാങ്ങിച്ചത്. കഴിഞ്ഞ ഒരു 1.5 കൊല്ലമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. കാരോട്ട് എന്ന് പറഞ്ഞാൽ ക്യാരോട്ട് ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഫ്രൈയിങ് പാനാണ്. ഇതും അത്യാവശ്യം നല്ലതാണ്, ഡെയിലി യൂസിനൊക്കെ പറ്റിയതാണ്. ഇത് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ എനിക്ക് സ്ക്രാച്ച് ഒന്നും വന്നിട്ടില്ല. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്ക്. ഇത് അത്യാവശ്യം നല്ലതാണ്, കാണാനും നല്ല രസമാണ്. ഇതിന് ലിഡില്ല കേട്ടോ, ഞാൻ ലിഡില്ലാത്ത വാങ്ങിച്ചത്, ലിഡില്ല ഇതിന്. അപ്പം ഇതും നല്ലതാണ്. ഇതും എനിക്കിഷ്ടപ്പെട്ട ഒരു പാത്രങ്ങളിൽ ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാത്രമാണ്. ഇനി ആക്ച്വലി എനിക്ക് ഇതിൻ്റെ തന്നെ എൻ്റെ വീഡിയോയിലൊക്കെ കാണാം ഒരു ചപ്പാത്തി തവ. അതും ഈ സെയിം ബ്രാൻഡിൻ്റെയാണ്. പക്ഷെ അത് ഞാൻ മേടിക്കാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം അത് എനിക്ക് മാറ്റണം. അത് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മാറ്റാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം അത് അത്രയ്ക്ക് വലിയ സുഖമില്ല. ടെമ്പറേച്ചർ ആണേലും ഒരു വൈറ്റ് കളറല്ലേ ടെമ്പറേച്ചർ, അത് ചപ്പാത്തി ചുടുമ്പം അത് എനിക്ക് അത്ര വലിയൊരു സുഖമായിട്ട് തോന്നിയിട്ടില്ല. ചപ്പാത്തി തവ തന്നെയാണ്. അതെനിക്ക് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്, ആ ഒരു ചപ്പാത്തി തവ മാറ്റണമെന്ന്. കാരണം അത് വലിയത്, അതാണ് ഞാനത് ഈ വീഡിയോയിലേക്ക് പറയാനുള്ളത്. പക്ഷെ അത് സെയിം ഈ ബ്രാൻഡിൻ്റെ തന്നെയാണ്. അതെനിക്ക് പക്ഷെ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ നമ്മുടെ വിനോദിൻ്റെ പോട്ടെ, ഈ കടായില്ലേ, ഈ ഇരുമ്പ് കടായി കഴിഞ്ഞ് ഞാൻ വാങ്ങിച്ച ഒരു ഫ്രൈയിങ് പാൻ ഉണ്ട് ഇരുമ്പിൻ്റെ. ഇത് കാസ്റ്റാനാണ്, വിനോദിൻ്റെ ആണ്. ഇത് ആക്ച്വലി നല്ലതാ, വെയിറ്റ് ഉണ്ട്. ഇത് കണ്ടോ ഇതിൻ്റെ വലിപ്പം. ഇത് വാങ്ങിക്കുന്ന സമയമായപ്പോഴത്തേനും എനിക്ക് കുറച്ച് ബോധമൊക്കെ വെച്ചു. ഞങ്ങൾക്ക് എത്രത്തോളം വലുപ്പത്തിലുള്ള പാത്രം വാങ്ങിച്ചാൽ ശരിയാകും എന്നുള്ള ഒരു ബോധം വന്നപ്പം വാങ്ങിച്ച ഒരു പാത്രമാണ് ഇത്. ഇതെനിക്ക് ഫ്രൈ ചെയ്യാൻ ഈ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ 1/2 കിലോ ഞങ്ങൾക്ക് കൂടുതൽ എല്ലാം ഫിഷ് ആണെങ്കിലും നമ്മുടെ ചിക്കൻ ആണെങ്കിലും ഞങ്ങൾക്കെല്ലാം 1/2 കിലോയുടെ പരിപാടിയേ ഉള്ളൂ. 1 കിലോയും അല്ലെങ്കിൽ ഒരു ഫുൾ ചിക്കനൊക്കെ വാങ്ങിക്കുന്നത് വളരെ കുറവാണ്. അപ്പം അങ്ങനെ 1/2 കിലോ പരിപാടിക്കൊക്കെ പറ്റിയ ഒരു റോസ്റ്റ് ചെയ്യാനും കറി വെക്കാനും കുഴപ്പമില്ല. പിന്നെ കറി വെക്കാൻ ഇതിലും ഞാൻ ഇത് ചെയ്യുന്നത് ആ ടൈപ്പ് കടായികളിലോടാണ്. ഞാൻ കറി പക്ഷേ ഇതിനകത്ത് വെക്കും. 1/2 കിലോ ചിക്കനൊക്കെ സുഖമായിട്ട് നല്ലതായിട്ട് കറി വെക്കാൻ പറ്റും. അപ്പം റോസ്റ്റ് ചെയ്യാനും കറി വെക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാത്രം. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇത് വിനോദിൻ്റെ ആണ്. ഫ്രൈ ചെയ്താലും ഇരുമ്പിൽ ഫ്രൈ ചെയ്യാനാണ് ആക്ച്വലി ടേസ്റ്റ്. ഫിഷൊക്കെ ഫ്രൈ ചെയ്യാനും ചിക്കൻ ഫ്രൈ ചെയ്യാനും എല്ലാം ടേസ്റ്റ് ഇരുമ്പിൽ ചെയ്യുമ്പോഴാണ് കൂടുതലും. അത് നമുക്ക് ആ ഒരു വ്യത്യാസം നല്ലോണം അറിയാൻ പറ്റും. നോൺ സ്റ്റിക്ക് ചെയ്യുന്നതിലും ഇരുമ്പിൽ ചെയ്യുന്നതിലും തമ്മിലുള്ള വ്യത്യാസം നല്ലോണം അറിയാൻ പറ്റും. അപ്പം ഇത് എനിക്കിഷ്ടപ്പെട്ട ഒരു ഇരുമ്പ് പാത്രമാണ്, കാസ്റ്റ് പാത്രമാണ് ഇത് നല്ലതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പിന്നെ ഇരുമ്പിൻ്റെ കേസ് പറയുമ്പം അടുത്തതാണ് ഇത് ആക്ച്വലി ലുലുവിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതും എനിക്ക് ഇഷ്ടമാണ്. ഇതിലാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ സൈസ് കണ്ടോ, ഇതിലാണ് ഞാനിപ്പം പൂരി ഫ്രൈ ചെയ്യുന്നത്. അതുപോലെ എന്തെങ്കിലും ചെറിയ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫ്രൈ ചെയ്യാനൊക്കെ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഈ ടൈപ്പ് പാത്രങ്ങൾ ആമസോണിൽ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ കിട്ടും. പിന്നെ പക്ഷെ വലിയ കട്ടിയൊന്നുമില്ല, യൂസ് ചെയ്യാനും ഇത് ചെയ്യാനും ഒക്കെ കുറച്ചുകൂടെ എളുപ്പമാണ്. പിന്നെ ഇതിൽ ചെറുതായിട്ടോ കുറച്ച് ഫിഷൊക്കെ ഉള്ളെങ്കിൽ ഫ്രൈ ചെയ്യാനൊക്കെ നല്ലതാണ്. നമുക്ക് എളുപ്പം എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രമാണിത്. ഇതും എനിക്കിഷ്ടമാണ്. ഇത് ആമസോണിലുണ്ട് ഈ പാത്രം. പക്ഷേ ഇത് ഞാൻ ലുലുവിൽ നിന്ന് കണ്ടു വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഒരെണ്ണം എടുത്ത് ഞാൻ ഇട്ടേക്കാം. ഇതും ഇതുപോലെ ചെറിയ കുക്കിംഗ് ചെയ്യുന്നവർക്ക്, അതായത് 2 പേരൊക്കെ ഉള്ളവർക്ക് ഇരുമ്പ് പാത്രങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ള ക്ഷമയുണ്ടെങ്കിൽ എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇരുമ്പ് പാത്രങ്ങൾ മെയിൻ്റനൻസ് നല്ലതായിട്ട് വേണം. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വയ്യാഴിക വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും.
അപ്പം നമ്മൾ ആ സമയത്ത് ഇരുമ്പ് പാത്രം എടുത്താൽ നമുക്ക് അത് എടുത്ത് പൊക്കി കഴുകി, പിന്നെ കഴുകിയാൽ മാത്രം പോരാ, അത് അപ്പം തന്നെ എടുത്ത് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് കത്തിച്ച് അതിൻ്റെ വെള്ളമയമൊക്കെ മാറ്റി എണ്ണ തൂത്ത് അത് ആറിക്കഴിഞ്ഞ് അത് സേഫായിട്ടൊരു സ്ഥലത്തെടുത്ത് വെക്കണം. എന്നാലേ അത് വൃത്തിയായിട്ടിരിക്കത്തുള്ളൂ. അങ്ങനെ ആ ഒരു ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ഇരുമ്പ് പാത്രങ്ങൾ വാങ്ങിക്കാവുള്ളൂ. അല്ലെങ്കിൽ വെറുതെ അതിരുന്ന് ഇതായി പോവും, വൃത്തികേടായി പോവും. പിന്നെ നമുക്ക് വീണ്ടും അതുപോലെ മയക്കി എടുക്കാൻ പറ്റും. എന്നാലും ഞാൻ പറയുന്നത് അങ്ങനെയുള്ളവർ മാത്രമേ ഈ ഇരുമ്പ് പാത്രങ്ങൾ വാങ്ങിക്കാവുള്ളൂ. ഇപ്പം നമുക്കൊരു വയ്യാഴിക വന്നു കഴിഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. എനിക്ക് ടൈഫോയിഡൊക്കെ വന്ന സമയത്ത് ഞാൻ ഈ ഇരുമ്പ് പാത്രങ്ങൾ തൊട്ടിട്ടില്ല. കാരണം എനിക്കത് വലിച്ചു പൊക്കി ഇത് ചെയ്യാനുള്ള ഒന്നും ആ സമയത്ത് പറ്റത്തില്ലായിരുന്നു. ഞാൻ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ നോൺ സ്റ്റിക്കും പിന്നെ ഞാൻ അതിന് വരാം ഈ നമ്മുടെ മൺപാത്രങ്ങളുമാണ്. അതാകുമ്പോൾ അത്രയും കുഴപ്പമില്ല, നമുക്ക് കഴുകലും പിടിക്കലും ഒന്നും വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് വയ്യാഴിക ഉള്ളപ്പം ഈ ഇരുമ്പ് പാത്രങ്ങൾ എന്നെ സംബന്ധിച്ച് യൂസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ദോശക്കല്ല്, ഇത് ഒരു ഓൺലൈനിലും കിട്ടത്തില്ല. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചാന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇരുമ്പ് പാത്രങ്ങളുടെ ഒരു ഗുണമാണ് ഇത് തലമുറകളായിട്ട് യൂസ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ദോശക്കല്ലാണ്. എൻ്റെ അമ്മൂമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ദോശക്കല്ല് അമ്മ ഉപയോഗിച്ചു, ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയ വലിപ്പമൊന്നുമില്ല, പഴയ ദോശക്കല്ലല്ലേ. അപ്പം വലിയ നമ്മുടെ ദോശ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം എല്ലാവർക്കും വലിയ ദോശയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാക്കുമല്ലോ, വലിയ ദോശക്കല്ലൊക്കെ വാങ്ങിച്ച്. അങ്ങനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെതായ ഗുണമുണ്ട്. ഇത് ചെറിയ ദോശ പറ്റത്തുള്ളൂ. അപ്പം പക്ഷേ ഇത് ആക്ച്വലി ഞാൻ ഇവിടെ വന്നപ്പം ഇതിൻ്റെ ആ ഒരു മയങ്ങിയിരിക്കുന്നതൊക്കെ പോയി. അതിൻ്റെ മയക്കമൊക്കെ പോയ രീതിയിലായിരുന്നു ഇരുന്നത്. പിന്നെ ഞാൻ ഒരു ദിവസം ഇതിങ്ങനെ മയക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം ഇതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് ആ ഒരു പഴയ രീതിയിലാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അത് എനിക്കൊന്നാമത് അതിനെപ്പറ്റി അത് എങ്ങനെ ചെയ്യുന്നതെന്നൊന്നും വലിയ വിവരവും ഇല്ല. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി കുറേ വീഡിയോ ഒക്കെ കണ്ട് നമ്മുടെ വാളംപുളി ഇട്ട് ഉരച്ച് അതിങ്ങനെ കത്തിച്ച് അതിങ്ങനെ വറ്റിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഒന്നീനിട്ട് നമ്മൾ ഉരുളിയിട്ട് എല്ലാം തൂത്ത് ദോശ ചുട്ടത് ഒരു പാക്കറ്റ് മാവ് ഞാൻ അതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് ഇതുപോലെ ഒരു പാക്കറ്റ് മാവ് എടുത്ത് ദോശ ചുട്ട് അവസാനം അത് ശരിയായി കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഇതുവരെ, അത് കല്യാണം കഴിഞ്ഞ 5 കൊല്ലം മുമ്പാണ്, പിന്നെ ഇതുവരെ എനിക്കിത് മയക്കിയെടുക്കേണ്ട കാര്യം വന്നിട്ടില്ല. ഞാൻ ഇതൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഇത് ആദ്യം കൊണ്ടുവരുമ്പം ഇപ്പം ഓൺലൈനിൽ വാങ്ങിക്കുന്ന ഇരുമ്പ് പാത്രമൊക്കെ ആദ്യം കൊണ്ടുവരുമ്പം അതിൻ്റെ ഇതിലെഴുതി കാണുമല്ലോ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ആ രീതിയിലാണ് ഞാൻ ഈ ഇരുമ്പ് പാത്രങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അല്ല, ഞാൻ ഇടയ്ക്ക് ഇത് ഒരു മെയിൻ്റനൻസ് പരിപാടി ഉണ്ട്. ഇതെല്ലാം കൂടെ എനിക്കിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഉപ്പ് ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങിച്ചിട്ട് ഈ കടായിലും നമ്മുടെ എല്ലാ ഇരുമ്പ് പാത്രവും നന്നായിട്ട് ചൂടാക്കിയിട്ട് ആ ഉപ്പിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ചൂടാക്കി ഇങ്ങനെ എല്ലാ സൈഡിലും ചൂടാക്കിയിട്ട് ആ ഉപ്പ് മാറ്റി കഴുകിയിട്ട് ഞാൻ നന്നായിട്ട് എണ്ണ തേച്ച് ചൂടാറി എല്ലാം എടുത്തു വെക്കും. അത് ഞാൻ എപ്പോഴൊന്നും ചെയ്യത്തില്ല. ഒരു 3-4 മാസമൊക്കെ കൂടുമ്പോൾ ആ പരിപാടി ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ കയ്യിൽ 1 2 3 4 ഇരുമ്പ് പാത്രങ്ങളേ ഉള്ളൂ. ആ 4ഉം ഞാൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ഒരു 3-4 മാസം കൂടുമ്പം ഇങ്ങനെ ഞാൻ ചെയ്ത് വെക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴുകുമ്പോൾ ഒത്തിരി സോപ്പ് ഉപയോഗിക്കത്തില്ല, അല്ലാതെ കഴുകി എണ്ണ തൂത്ത് വെക്കും. എണ്ണ തൂത്ത് എന്ന് വെച്ചാൽ ചൂടാക്കി ആ വെള്ളം എല്ലാം വറ്റിച്ചിട്ട് എണ്ണ തൂത്ത് ഞാൻ വെക്കും. അതാണ് എൻ്റെ പരിപാടി. പിന്നിനി മൺപാത്രത്തിലേക്ക് വരാം. മൺപാത്രങ്ങൾ ആക്ച്വലി എല്ലാം ഒരു 2 കൊല്ലത്തെ പഴക്കമുള്ളൂ. കാരണം നമ്മൾ സ്റ്റൗവിൽ മൺപാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം, പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒത്തിരി കൂട്ടിയൊന്നും വെക്കില്ല. പക്ഷെ നമ്മളല്ലേ അത്രയും നമുക്ക് ചിലപ്പോൾ ശ്രദ്ധയില്ലാതെ ആയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ 1-2 പാത്രം പൊട്ടിയിട്ടുണ്ട്. അതല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പൊട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിനധികം വിലയില്ലല്ലോ, അത് വലിയൊരു അനുഗ്രഹമായി. പൊട്ടിയാലും നമുക്ക് മേടിക്കാൻ പറ്റും.
അതുകൊണ്ട് ഞാൻ ആ പാത്രങ്ങൾ ഞാൻ കാണിക്കാം. എൻ്റെ മൺപാത്രങ്ങൾ ഞാൻ താഴോട്ട് നോക്കിയത് അത് ഇതിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടടിയിൽ തന്നെ ഇരിപ്പുണ്ട്. അതിലൊന്നാണ് എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന പാത്രമാണ്. ഈ പാത്രം ഞാൻ ഇവിടുന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇത് ഓൺലൈനൊന്നുമല്ല. ഇവിടെ ഇങ്ങനെ മലയാളിക്കടയിലൊക്കെ ഇങ്ങനെ വരും നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ മൺപാത്രങ്ങൾ. പിന്നെ ഇവിടെ ഹൈലൈൻസ് എന്ന് പറഞ്ഞൊരു ഞാൻ പറഞ്ഞില്ല സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടുന്ന് മൺപാത്രമൊക്കെ വരും. അപ്പോൾ അവിടുന്ന് ഞാൻ ഇഷ്ടപ്പെടുന്ന പാത്രം വാങ്ങിച്ചാണ്. ഇതിനൊരു 2 കൊല്ലം പാത്രമുണ്ട്. ഇതിൽ ഞാൻ വെക്കുന്നത് തോരൻ വെക്കും, ചിക്കൻ കറി വെക്കും, പിന്നെന്താ മെഴുക്കുവരട്ടിയൊക്കെ തോരൻ ഇച്ചിരി കൂടുതൽ വെക്കുമ്പോൾ മാത്രം. അല്ലെങ്കിൽ മെയിനായിട്ടും ഇത് ചിക്കൻ കറിക്കാണ് യൂസ് ചെയ്യുന്നതിന്. അവിയൽ വെക്കാൻ ഇത് ഞാൻ എടുക്കും. പക്ഷെ ഇപ്പം എൻ്റെ വീട്ടിലൊന്നും മീനും ചിക്കനും ഉപയോഗിക്കുന്ന മൺപാത്രങ്ങൾ വെജ് ഉപയോഗിക്കുന്ന മൺപാത്രങ്ങൾ നോൺ വെജ് ഉപയോഗിക്കുന്നതിന് എടുക്കത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ മീനിന് മാത്രം ഞാൻ അങ്ങനെ ഒരു മീൻ ചട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ ചിക്കനും അവിയലും എല്ലാം വെക്കും. അപ്പം ഇതിലാണ് ഞാൻ അതൊക്കെ വെക്കുന്നത്. ഇത് ഓൺലൈനിൽ പക്ഷെ ഓൺലൈനിൽ മേടിക്കുന്നത് നല്ല മൺപാത്രങ്ങളൊക്കെ നോക്കി നമ്മൾ വാങ്ങിക്കുന്നത് തന്നെയാണ്. കാരണം കിഴുത്തയുണ്ടോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കിഴുത്തയുണ്ടോ എന്നൊക്കെ. അപ്പം അത് പിന്നെ അടുത്തത് ഇങ്ങനൊരു ചെറിയ ചട്ടി. ആക്ച്വലി ഇങ്ങനൊരു ചെറിയ ചട്ടി എല്ലാ വീട്ടിലും വെച്ചാൽ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച്. എൻ്റെ വീട്ടിലിപ്പം ഞാനും ഹസ്ബൻഡ് മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് വളരെയേറെ ഉപയോഗമുള്ള ഞാൻ ഡെയിലി ചില ദിവസങ്ങളിൽ 3 തവണയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ചട്ടിയാണിത്. ഇതും ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച. ആദ്യം ഞാൻ ഇങ്ങനത്തെ ഒരു ചട്ടി ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ പൊട്ടിപ്പോയി. അത് കയ്യിൽ നിന്ന് വീണ് പൊട്ടിയതാണ്. അതുപോലെ അത് ഞാൻ വാങ്ങിച്ചാണ് ഒരു ചെറിയ ചമ്മന്തി കടുവറക്കാൻ. പിന്നെ നമ്മൾ ദോശയുടെ കൂടെയുള്ള ചമ്മന്തി, ഇഡ്ഡലി, ആ ചമ്മന്തി കടുവറക്കാൻ, ചെറിയൊരു മെഴുക്കുവരട്ടി വെക്കാൻ, ചെറിയൊരു തോരൻ വെക്കാൻ, അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എനിക്കിഷ്ടമാണ്. പറ്റിയൊരു ചട്ടിയാണ് ഇത്. ഈ ഒരു വലുപ്പത്തിലുള്ള ചട്ടി. അപ്പം ഇത് ഞാൻ അതിനൊക്കെ വേണ്ടിയിട്ട് സ്ഥിരം എന്നും ഉപയോഗിക്കുന്ന ഒരു ചട്ടിയാണ്. ഈ പറഞ്ഞ പോലെ ചട്ടിയും ഞാൻ പലരും കേട്ടിട്ടുണ്ട് സോപ്പിട്ട് കഴുകല്ല അങ്ങനെ. ഞാൻ മൈൽഡായിട്ടാണ്, ഒന്നും അങ്ങനെ വലുതായിട്ട് അടുക്കി പിടിക്കുക കാര്യങ്ങളൊന്നും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. ഞാനിത് ആദ്യം ഞാൻ മയക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കഴുകിയിട്ട് ചൂടാക്കിയിട്ട് വെള്ളം വറ്റിച്ചതിന് ശേഷം ഇതിനകത്ത് എണ്ണ നന്നായിട്ട് മുഴുവനും പുരട്ടണം. എണ്ണ നന്നായിട്ട് പുരട്ടി വെക്കും. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ അമ്മൂമ്മ പറഞ്ഞു തന്നതാണ് ഇത് ഫുൾ വെളിച്ചെണ്ണ പുരട്ടി വെയിലത്ത് വെക്കണം കൊണ്ടുവരുമ്പോൾ. അങ്ങനെ ഒരു 5-6 ദിവസം വെച്ച് കഴിഞ്ഞാൽ ചട്ടി മയങ്ങി കെട്ടുവന്ന്. അപ്പം അങ്ങനെയാണ് ഞാനിപ്പോൾ എപ്പോഴും ചെയ്യുന്നത്. ചട്ടി പുതിയത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ ഒന്ന് കഴുകിയിട്ട് കുറച്ച് എണ്ണ പുരട്ടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ ഒരു 5-6 ദിവസം ഇങ്ങനെ ഫുൾ വെളിച്ചെണ്ണ പുരട്ടി വെയിലത്ത് വെക്കും. അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. ഇതൊക്കെ ഇങ്ങനെ 2 പേരായിട്ടൊക്കെ താമസിക്കുന്നവർക്ക് ഭയങ്കര പ്രയോജനമായിരിക്കും. പക്ഷെ സൂക്ഷിച്ചുപയോഗിക്കണം. ഇതാണ് പിന്നെ ഫിഷിന് വേണ്ടിയിട്ട് മാത്രമുള്ള എൻ്റെ ചട്ടി. ഇത് ഞാൻ മീൻകറി മാത്രമേ വെക്കത്തുള്ളൂ. മീൻകറി ഇതല്ലായിരുന്നു എൻ്റെ മീൻ ചട്ടി. എൻ്റെ മീൻ ചട്ടി വേറൊരു ഇച്ചിരി, അതും ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചാണ്. ഒരു ചുമന്ന ചട്ടിയായിരുന്നു. പക്ഷെ അതെൻ്റെ പൊട്ടിപ്പോയപ്പം ആ സമയത്ത് ഞാൻ അവിയല്, മോര് കാച്ചിയത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചട്ടിയായിരുന്നു ഇത്. അതിനെ ഞാൻ പിന്നെ മീൻ ചട്ടിയാക്കി മാറ്റി. പിന്നെ ഞാൻ ഇതിലും വെജൊന്നും വെച്ചിട്ടില്ല. അപ്പൊ ഇപ്പൊ എൻ്റെ മീൻകറി വെക്കുന്ന ചട്ടി ഇതാണ്. ഇതും ഞാൻ ഇതുപോലെ തന്നെ ഇവിടുന്ന് വാങ്ങിച്ചതാണ്. ഇതാണ് ഈയിടെ ഞാൻ വാങ്ങിച്ചത്. എനിക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമായിരിക്കും. കണ്ടിട്ടുണ്ടെങ്കിലും കാണുന്ന കുറച്ചുപേരൊക്കെ വലിയൊരു ഉണ്ടെങ്കിൽ അറിയായിരിക്കും. എനിക്കൊരു എന്താ പറയാ, ഇതിന്റെ തന്നെ ഇങ്ങനെ ഈ വോക്ക് പോലെ ഇരിക്കുന്നില്ലേ, അതിന്റെ ചെറിയൊരു ടൈപ്പ് ഇതിലും വലിപ്പം കുറഞ്ഞ ഒരു ചട്ടി ഉണ്ടായിരുന്നു. അതിനകത്ത് നല്ലായിരുന്നു പുളിശ്ശേരിയൊക്കെ വെക്കാൻ. അപ്പം അത് എൻ്റെ പൊട്ടിപ്പോയപ്പം അത് എനിക്ക് പറ്റിയ അബദ്ധമാണ്. ചൂട് കൂടി പൊട്ടിപ്പോയതാണത്. അപ്പോൾ അത് പോയപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചാണ്. അപ്പം
ഇവിടെ ഈയിടെ കുറെ പല ടൈപ്പിലുള്ള ചട്ടികൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ഈ ഹൈലൈൻസിൽ. അപ്പോൾ അവരുടെ അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ച് ഇതുപോലെ എല്ലാം മയക്കി എടുത്തിരിക്കുന്നതാണ്. ഇത് നല്ലതാണ്. ഇത് ഞാനിപ്പോൾ മെഴുക്കുവരട്ടി വെക്കും, തോരൻ വയ്ക്കും, അങ്ങനെയല്ല. എനിക്ക് ഈ ഷേപ്പ് കണ്ടപ്പോൾ എന്തോ ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ വാങ്ങിച്ചാണ് ഇത്. ഇത്രയേ ഉള്ളൂ എൻ്റെ കയ്യിൽ മൺചട്ടികൾ. പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം ഒരു ഫ്ലാസ്ക് ആണ്. അതിതാ, ഇത് പെക്സ്പോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ഒരു ഫ്ലാസ്ക് ആണ്. ഇത് കിഡിലൻ ഒരു ഫ്ലാസ്ക് ആണ്. പറയാൻ കാരണം ഞങ്ങൾ ഇവിടെ തണുപ്പ് വന്നപ്പം വാങ്ങിച്ചാണിത്. ഇതിന്റെ ആ ഒരു ടെമ്പറേച്ചർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഇതിനകത്ത് ഒരു ദിവസം വെള്ളം തിളപ്പിച്ച് നല്ല ചൂടുവെള്ളം അങ്ങോട്ട് തിളപ്പിച്ച് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസത്തേക്ക് ആ ചൂട് ഇതിനകത്ത് കാണും. ആ ടൈപ്പ് ഒരു ഫ്ലാസ്ക് ആണിത്. ഇത് ഞങ്ങൾ തണുപ്പ് കാലത്തിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ്. ചൂടുവെള്ളം ആ സമയത്ത് ഇവിടെ ഒരു ഡിസംബർ ടൈമിൽ ചൂടുവെള്ളമാണ് ഞങ്ങൾക്ക് കൂടുതലും ഇഷ്ടം. ഞങ്ങൾക്കുള്ള തണുപ്പ് വരുമ്പോൾ എല്ലാവർക്കും ചൂടുവെള്ളം കുടിക്കാനായിരിക്കുമല്ലോ താല്പര്യം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടേക്കാം. ഇത് വാങ്ങിച്ചിട്ടും ഒരു 2 കൊല്ലമായി. ഇത് പക്ഷെ ഭയങ്കര നല്ലതാണ്. പനിയുള്ള സമയത്തൊക്കെ ചൂടുവെള്ളം നമ്മളിതിനകത്ത് ആക്കി വെച്ചാൽ ആ ഒരു ചൂട് ഭയങ്കരമായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യും. ഇത് അങ്ങനെ വലിയ കാര്യത്തിൽ ഞങ്ങൾ റേറ്റിംഗ് കണ്ടായിരിക്കും. ഇതിന് ശ്രീഹരി ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഒരു ഫ്ലാസ്ക് ആണിത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ മിൽട്ടന്റെ ഒരു ചെറിയ ഫ്ലാസ്ക് ഉണ്ട്. ഇതും അത്യാവശ്യം കൊള്ളാം. ഇതിപ്പോ എല്ലാവരുടെയിലും ഉള്ള ഒരു ഫ്ലാസ്ക്, ചെറിയൊരു ഫ്ലാസ്ക് മിൽട്ടന്റെ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ വെള്ളമല്ലാതെ വേറൊരു അതായത് ചായ ഒന്നും ഞാൻ ഇതിനകത്ത് ഒഴിക്കാൻ സമ്മതിക്കത്തില്ല. എനിക്കിഷ്ടമല്ല. കാരണം ആ ഒരു മണം കാണും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് മാത്രമല്ല, ഇത്രയും വലിയ ഫ്ലാസ്ക് ഞാൻ ചായ ഒഴിച്ച് വെക്കുന്നത്. ഇത് ചായക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലാസ്ക് ആണ് ഞങ്ങൾ വാങ്ങിച്ച മിൽട്ടന്റെ. ഇത് അത്യാവശ്യം കൊള്ളാം. പക്ഷെ ഇതുപോലെയുള്ള കപ്പാസിറ്റി ഇതിനില്ല ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത്. മീൻസ് ഞാൻ ഉപയോഗിച്ച എൻ്റെ പാത്രങ്ങളിൽ എനിക്ക് ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ തോന്നിയിട്ടുള്ള കുറച്ച് പാത്രങ്ങളാണ്. ഇതെല്ലാം നല്ല പാത്രങ്ങളാണ്. പക്ഷെ ഇതെല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ പാത്രങ്ങളിലാണ് ഇപ്പം എന്താണേലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം. അപ്പം നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പുതിയതുപോലെ ഇരിക്കും. പുതിയതുപോലെ അത് അങ്ങനെ അത്രയ്ക്കൊന്നും കുറച്ച് വില കൊടുത്ത് മേടിക്കുന്ന പാത്രങ്ങൾ ഈ നോൺ സ്റ്റിക്ക് ആണെങ്കിലും കുറച്ച് പ്രൈസ് കൊടുത്തൊരു 1000 എബോ കൊടുത്ത് പാത്രങ്ങളൊക്കെ എപ്പോഴും അങ്ങനെ മേടിക്കുന്നതല്ല. കുറച്ച് വില കൊടുത്ത് വാങ്ങിക്കുന്നത് നല്ലത്. കാരണം നമുക്കത് അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കേടാവുന്നത്. ഇത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണെങ്കിൽ അത് കുറച്ച് വില കൊടുത്ത് വാങ്ങിക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയാവും. പിന്നെ അത് എന്താ പറയാ, അത് നമുക്ക് കളഞ്ഞ് വീണ്ടും അടുത്ത പാത്രം വാങ്ങിക്കേണ്ടി വരും. അപ്പം വീണ്ടും പൈസ മുടക്കലല്ലേ. ഇതങ്ങ് ഒരു ഒറ്റ ട്രിപ്പിൽ തീർന്നു കഴിഞ്ഞാൽ ഇത് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എൻ്റെ കയ്യിൽ അലൂമിനിയം പാത്രങ്ങൾ ഇപ്പോൾ ഇല്ല. ഞാൻ യൂസ് ചെയ്തിരുന്നു തുടക്കത്തിൽ. അലൂമിനിയത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ചീനച്ചട്ടി ഉണ്ടായിരുന്നു, പിന്നെ പ്രഷർ കുക്കർ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അലൂമിനിയം എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഒഴിവാക്കി. ഇപ്പം ഞാൻ ഈയിടെ എൻ്റെ കയ്യിലിരുന്ന അലൂമിനിയം ഒക്കെ ഞാൻ ഒരു കടയിൽ കൊടുത്ത് കാശ് വാങ്ങിച്ചു. അപ്പം ഇപ്പം എൻ്റെ കയ്യിൽ ഒരു അലൂമിനിയം പാത്രവും ഞാൻ യൂസ് ചെയ്യുന്നില്ല. എല്ലാം സ്റ്റീലും ഇരുമ്പ്, നോൺ സ്റ്റിക്ക്, ഈ വക കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാത്രങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ മിനിമം 1 കൊല്ലം യൂസ് ചെയ്ത് കഴിഞ്ഞുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ചിലർക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയേക്കാം, തോന്നാത്തവരും കാണും. യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നവര് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. വാങ്ങിക്കാൻ ഇഷ്ടമുള്ളവർ വാങ്ങിച്ചോ, നല്ലതായിരിക്കും. എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് വാങ്ങിച്ച ചട്ടിയൊന്നുമില്ല കേട്ടോ. ചട്ടി ഞാനെല്ലാം ഓൺലൈനിൽ വാങ്ങിക്കാറേ ഇല്ല. ചട്ടി ഉപയോഗിക്കുന്ന നല്ലതാണ്, ഡെയിലി യൂസിനൊക്കെ പറ്റിയതാണ്. ചട്ടിയിൽ വെക്കുന്ന കാര്യങ്ങളാണ് നല്ലത്. ചട്ടിയിൽ വെക്കുന്ന കാര്യത്തിൽ എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട് ചട്ടി ഇരുമ്പ് പാത്രത്തിലൊക്കെ വെക്കുന്നതിൽ, ഈ നോൺ സ്റ്റിക്ക് വെക്കുന്നതിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.